ഹലോ എവ്രി വൺ, വെൽക്കം ടു മാത്സ് വിത്ത് ദീപക് കൃഷ്ണ. സോ ഇന്ന് നമ്മൾ പാർട്ട് 12 വീഡിയോ ആണ് സക്സസീവ് ഡിസ്കൗണ്ട്. ഇപ്പോൾ പാർട്ട് 11 വരെയുള്ള വീഡിയോസ് കാണാത്തവരാണെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം 12th വീഡിയോ കാണുക. എല്ലാ വീഡിയോസും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും കൂടെയും ചെയ്യുക. അപ്പോൾ ഇത് സ്ഥിരം പറയുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് സക്സസീവ് ഡിസ്കൗണ്ട്. ഓക്കെ, സക്സസീവ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഈ കൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വരുമ്പോഴും ചെയ്യുന്നത്. അപ്പോൾ അതിലും നമുക്കിത് ആവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ എന്താണ് ഈ സക്സസീവ് ഡിസ്കൗണ്ട് എന്ന് ചോദിച്ചാൽ, ഇപ്പം ഞാനൊരു എപ്പോഴും നമ്മൾ എക്സാമ്പിൾ എടുക്കുന്നത് ഒരു പെന്ന് മേടിക്കുന്നു. ഓക്കെ, ഒരു പെന്ന് മേടിക്കുന്നു. ആ പെന്നിൻ്റെ വില എന്ന് പറയുന്നത് 100 റുപ്പീസ് ആണെന്ന് വെക്കുക. ഓക്കെ, ആ പെന്നിൻ്റെ വില, അതായത് മാർക്ക്ഡ് പ്രൈസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 100. ഓക്കെ, 100 രൂപയാണ് MRP എഴുതിയിട്ടുള്ളത്. ഇനി ആ കടക്കാരൻ 2 ഡിസ്കൗണ്ട് കൊടുക്കും, സക്സസീവ് ഡിസ്കൗണ്ട്സ്. ഓക്കെ, 2 ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ അയാൾ ഒരു 50% ഡിസ്കൗണ്ട് കൊടുക്കുന്നു, വീണ്ടും അയാൾ ഒരു 50% ഡിസ്കൗണ്ട് കൊടുക്കുന്നു. ഓക്കെ, 50%. അപ്പോൾ ആദ്യം ഒരു 50% കൊടുക്കുന്നു, പിന്നെ ഒരു 50% കൊടുക്കുന്നു. അത് സക്സസീവായിട്ട് കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ വിചാരിക്കും, ആദ്യം 50% കൊടുത്തു, പിന്നെ ഒരു 50% ഡിസ്കൗണ്ട് കൊടുത്തു, അങ്ങനെ 50% പ്ലസ് 50% എന്ന് പറഞ്ഞാൽ 100%. 100% ഡിസ്കൗണ്ട് കൊടുക്കുകയാണെങ്കിൽ ആ പേന ഫ്രീ ആയിട്ട് മേടിച്ചുകൊണ്ട് പോകണം. അപ്പോൾ അതല്ല. ഓക്കെ, അപ്പോൾ അതല്ല സക്സസീവിൻ്റെ മീനിങ്. സക്സസീവ് എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു 50% ഈ 100 റുപ്പീസിന് കൊടുത്തു, അപ്പോൾ ഒരു എമൗണ്ട്, അതിൻ്റെയും 50% ഒന്നുകൂടെയും ഡിസ്കൗണ്ട് കൊടുക്കുന്നു. അതാണ് ഇത് മീൻ ചെയ്യുന്നത്. ഇത് തന്നെയാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലും വരുന്നത്. അപ്പം ആദ്യത്തെ ഡിസ്കൗണ്ടിൽ ഒരു 50% കൊടുത്തു കഴിഞ്ഞാൽ ഈ 100ൻ്റെ 50% ഡിസ്കൗണ്ട് കൊടുത്തു. അപ്പോൾ 100ൻ്റെ 50% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 50 രൂപയാണ്. അതായത് ഒരു -50 കുറച്ചു. അപ്പോൾ എത്ര വരും? 50% ഡിസ്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 50 റുപ്പീസ്. ഓക്കെ, ഇപ്പോൾ എത്രയായി? 50 ആയി. ഇനി വീണ്ടും ഈ 50ക്കാണ് വീണ്ടും ഒരു 50% കൊടുക്കുന്നത്. അപ്പോൾ എത്ര വരും? വീണ്ടും ഇതിൻ്റെ ഒരു 50% കൂടെ ഡിസ്കൗണ്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ 50യുടെ 50%, അപ്പോൾ അതിൻ്റെ പകുതി എത്രയായിരിക്കും? 25. അപ്പോൾ 25 റുപ്പീസ് ഇവിടെ കുറയുന്നു. അപ്പോൾ എത്ര കിട്ടും? എത്രയായിരിക്കും? 50ന്ന് 25 കുറച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 25. അപ്പോൾ 2 പ്രാവശ്യം 50% ഡിസ്കൗണ്ട് സക്സസീവ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ 100 രൂപ MRP വെച്ചിട്ടുള്ള പേന എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത്? 25 റുപ്പീസിനായിരിക്കും വിൽക്കുന്നത്, അല്ലെങ്കിൽ 25 റുപ്പീസിനായിരിക്കും നമ്മൾ വാങ്ങുന്നത്. അപ്പോൾ 100ന് 25 ആയിട്ടുണ്ട്. അപ്പോൾ ഡിസ്കൗണ്ട്, നെറ്റ് ഡിസ്കൗണ്ട് എത്രയാണെന്ന് ചോദിച്ചാൽ നെറ്റ് ഡിസ്കൗണ്ട് എന്ന് പറയാം, അല്ലെങ്കിൽ എഫക്റ്റീവ് ഡിസ്കൗണ്ട് എന്ന് പറയാം. ഓക്കെ, സോ എഫക്റ്റീവ് ഡിസ്കൗണ്ട് എന്ന് പറയാം, അല്ലെങ്കിൽ ഇക്വാലന്റ് ഡിസ്കൗണ്ട് എന്നും പറയും. ഓക്കെ, അത് എത്രയായിരിക്കും? 100ന്ന് 25ലോട്ട് പോയി. അപ്പോൾ എത്ര പെർസെൻറ്റേജ് ആണ് ഇവിടെ ചേഞ്ച് വന്നിട്ടുള്ളത്? ഇറ്റ് ഈസ് 100ന് 25 എന്നാണെങ്കിൽ അയാൾക്ക് 75%ൻ്റെ ഡിസ്കൗണ്ട് ആയിരിക്കും കൊടുത്തിട്ടുള്ളത്. ഓക്കെ, -75%. അത് കാണണമെങ്കിൽ എത്രയാണ് ചേഞ്ച്? എത്രയാണെന്ന് നോക്കുക. 100ന്ന് 25ലോട്ട് ആവണമെങ്കിൽ -75. അപ്പോൾ 75 ആണ് ഡിസ്കൗണ്ട്, ഡിവൈഡഡ് ബൈ എത്രയിലായിരിക്കും? 100 ആണ് ഇനിഷ്യൽ, സോ 100 ഇൻറ്റു 100% ചെയ്ത് കഴിഞ്ഞാൽ ആ നെറ്റ് കിട്ടും. ഓക്കെ, ഡിസ്കൗണ്ട് ആണ്, സോ മൈനസ് ഇതും ക്യാൻസലായി. അപ്പോൾ എത്രയാണ്? -75%. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? എഫക്റ്റീവ് ഡിസ്കൗണ്ട്, അല്ലെങ്കിൽ ഇക്വാലന്റ് ഡിസ്കൗണ്ട്. ഇക്വാലന്റ് ഡിസ്കൗണ്ട് എന്ന് പറയാം, ഇല്ലെങ്കിൽ നെറ്റ് ഡിസ്കൗണ്ട് എന്നും പറയാം. ഓക്കെ, നെറ്റ് ഡിസ്കൗണ്ട്. ഇതാണ് സക്സസീവ് എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി സക്സസീവ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് 2 ടൈപ്പ് വരും. ഓക്കെ, സക്സസീവ്, ഒന്ന് സക്സസീവ് ഡിസ്കൗണ്ട്, ഡിക്രീസും വരാം. ഓക്കെ, അതായത് കുറഞ്ഞു വരാം, അല്ലെങ്കിൽ ഇൻക്രീസും വരാം. ഇൻക്രീസ് വരുമ്പോഴാണ് നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കേസ് വരുന്നത്. ഓക്കെ, സോ സക്സസീവ് ഇൻക്രീസ് വന്നാൽ അതെന്തായിരിക്കും? ഇറ്റ് ഈസ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിരിക്കും. ഓക്കെ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. സക്സസീവ് ഡിക്രീസ് ആണെങ്കിൽ ഇറ്റ് ഈസ് സക്സസീവ് ഡിക്രീസ് തന്നെ, വേറെ ഒന്നുമല്ല, സക്സസീവ് ഡിക്രീസ്. അതിന് പ്രത്യേകിച്ച് വേറെ പേരൊന്നുമില്ല, ആ പേര് മാത്രമേ ഉള്ളൂ, സക്സസീവ് ഡിക്രീസ്. ജസ്റ്റ് ഒന്ന് ഐഡിയ കിട്ടുക. ഡിക്രീസ് പോവുകയാണെങ്കിൽ സക്സസീവ് ഡിക്രീസ്, ഇൻക്രീസ് ആണെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് 2 സക്സസീവ് ഡിസ്കൗണ്ട്സ് ആർ 10% ആൻഡ് 20%, ദെൻ ഇക്വാലന്റ് ഡിസ്കൗണ്ട്. ഇക്വാലന്റ് ഡിസ്കൗണ്ട് കണ്ടുപിടിക്കുന്നത് ഇത് നമുക്കൊരു ഫോർമുല വെച്ചും ചെയ്യാം, അല്ലാണ്ട് ഒരു ഷോർട്ട് കട്ട് ആയിട്ടും ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ആദ്യം എന്താണ് ഫോർമുല എന്ന് പറയാം. ചില ക്വസ്റ്റ്യന് ഫോർമുല അപ്ലൈ ചെയ്യുന്നതായിരിക്കും എളുപ്പം, ചിലതിന് നമ്മൾ
നമ്മുടെ ഷോർട്ട് കട്ട് വെച്ച് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഫോർമുല എന്താണെന്ന് പറയാം. നിങ്ങൾ ചിലപ്പം കണ്ടിട്ടുണ്ടാവും. ഇപ്പം ഇതാ 2% കൊടുക്കുന്നു സക്സസീവായിട്ട്. ഒന്ന് X%, സക്സസീവ് ഡിസ്കൗണ്ട്സ് ആണ്. 2 Y%. ഓക്കെ, ഞാനിവിടെ മാർക്ക്ഡ് പ്രൈസ് എന്ന് പറയുന്നത് 100 rupees ആയിട്ട് എടുക്കുന്നു. 100. ഓക്കെ, 100 ആയിട്ട് എടുത്തു. ഫസ്റ്റ് എന്ത് ചെയ്യുന്നു? 100ൻ്റെ X% ഡിസ്കൗണ്ട് കൊടുക്കുന്നു. 100ൻ്റെ X% എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എക്സ്. അപ്പോൾ ഇതൊന്ന് എക്സ് കുറയ്ക്കുന്നു. അപ്പോൾ എത്ര വരും? ഇറ്റ് ഈസ് 100 മൈനസ് എക്സ്. ഓക്കെ, 100 മൈനസ് എക്സ് ആദ്യത്തെ X% കൊടുത്തു കഴിഞ്ഞാൽ. ഇനി ഈ 100 മൈനസ് എക്സിൻ്റെ Y% ഒന്നുകൂടെ ഡിസ്കൗണ്ട് കൊടുക്കുകയാണ്. ഓക്കെ, ഒന്നുകൂടെ Y% കൊടുക്കുന്നു. അപ്പോൾ 100 മൈനസ് എക്സിൻ്റെ Y% അത് എത്രയായിരിക്കും? 100 മൈനസ് എക്സിൻ്റെ Y% എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 100 മൈനസ് എക്സ്. Y% എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് Y/100. അപ്പോൾ ഈ Y/100 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും 100 ഇൻറ്റു Y/100, 100 ഇൻറ്റു Y/100 മൈനസ് എക്സ് ഇൻറ്റു Y ഡിവൈഡഡ് ബൈ 100. ഓക്കെ, Y/100 വെച്ച് 2 മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഈ 100 ക്യാൻസലായി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? Y മൈനസ് XY/100. അത്രയായിരിക്കും ഇവിടെ കുറയുന്നത് ഡിസ്കൗണ്ട്. അപ്പോൾ എത്രയായിരിക്കും? Y മൈനസ് XY/100. ഇത്രയും ആയിരിക്കും കുറയുന്നത്. അപ്പോൾ ഇത്രയും കുറയുമ്പോഴത്തേക്കും എത്രയായിരിക്കും? ഇതിൽ നിന്നും കുറയ്ക്കുമ്പോൾ ഇറ്റ് ഈസ് 100 മൈനസ് എക്സ്. ഇതിൽ നിന്നും ആരെ കുറയ്ക്കുന്നു? മൈനസ് ഓഫ് Y മൈനസ് XY/100. അപ്പോൾ എത്ര കിട്ടും? 100 മൈനസ് എക്സ്. നെഗറ്റീവ് വെച്ച് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മൈനസ് Y. ഇനി അടുത്ത് ഈ നെഗറ്റീവ് വെച്ച് ഓപ്പൺ ചെയ്യുമ്പോൾ നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ്. അപ്പോൾ എത്ര വരും? പ്ലസ് XY/100. ഇനി ഞാൻ ഇതിന് ഒന്ന് 100 ഒരു മൈനസ് പുറത്തെടുക്കുന്നു. മൈനസ് ഓഫ് ഇത്രയും ടേംസിനെ ഒറ്റയായിട്ട് എഴുതുന്നു. ഓക്കെ, ഇതിൽ നിന്ന് എല്ലാ ടേംസിനെയും നെഗറ്റീവ് പുറത്തെടുക്കുമ്പോൾ എന്ത് കിട്ടും? ഇത് നമുക്ക് എക്സ് പ്ലസ് വൈ മൈനസ് XY/100. ഓക്കെ, എക്സ് പ്ലസ് വൈ മൈനസ് XY/100. അതായത് ഈ മൈനസ് ഇത് പുറത്തെടുത്തു, മൈനസ്. കാരണം ഈ നെഗറ്റീവ് വെച്ച് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് തന്നെ കിട്ടണം. അപ്പോൾ ഇവിടെ നിന്ന് മൈനസ് ഒന്ന് പുറത്തെടുക്കുമ്പോൾ ഇവിടെ എന്ത് വരും? പ്ലസ്. എന്നാലേ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നെഗറ്റീവ് ആവത്തുള്ളൂ. ഇതും വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോസിറ്റീവ്. ഓക്കെ, അപ്പോൾ 100ൽ നിന്നും ഇത്രയും കുറച്ചു. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ നെറ്റ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എഫക്റ്റീവ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെന്താണ്? എഫക്റ്റീവ് അല്ലെങ്കിൽ ഇക്വാലന്റ് ഡിസ്കൗണ്ട്. ഇക്വാലന്റ് ഡിസ്കൗണ്ട്. അപ്പോൾ ഇതാണ് ഫോർമുല. ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. 2% തന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ, X%, Y%. സക്സസീവ് ഡിസ്കൗണ്ട് ആണെങ്കിൽ ഇക്വാലന്റ് ഡിസ്കൗണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ ജസ്റ്റ് ഇത്രയും ചെയ്താൽ മതി. എക്സ് പ്ലസ് വൈ മൈനസ് XY ഡിവൈഡഡ് ബൈ 100. ഓക്കെ, ഈ ഫോർമുല പഠിച്ചു വെക്കുക. ഇതാണ് ഇക്വാലന്റ് ഡിസ്കൗണ്ട്. ഇക്വാലന്റ് ഡിസ്കൗണ്ട് ഈസ് ഈക്വൽ ടു ഓക്കെ. അപ്പോൾ ഇത് വെച്ചിട്ട് ഫസ്റ്റ് നമുക്ക് ചെയ്യാം. 2 സക്സസീവ് ഡിസ്കൗണ്ട് 10% ആൻഡ് 20%. സോ 10% ഉണ്ട്, 20% ഉണ്ട്. അപ്പോൾ ഇത് ഒന്ന് എക്സ് ഒന്ന് വൈ. അപ്പോൾ ഈ ഇക്വാലന്റ് ഡിസ്കൗണ്ട് കാണണമെങ്കിൽ എക്സ് പ്ലസ് വൈ മൈനസ് എക്സ് ഇൻറ്റു വൈ ഡിവൈഡഡ് ബൈ 100. അപ്പോൾ ഈ 0 ക്യാൻസലായി, ഇതും ക്യാൻസലായി. അപ്പോൾ എത്ര കിട്ടും? 30 മൈനസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 28. 28% ആയിരിക്കും എന്താണ്? ഇക്വാലന്റ് ഡിസ്കൗണ്ട്. ഓക്കെ, ഇനി ഇതിൽ നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക. ആദ്യം 10% കൊടുത്തു, പിന്നെ 20% കൊടുത്തു. ഇനിയിപ്പോൾ തിരിച്ചാണ്. ആദ്യം 20% കൊടുക്കുന്നു. ഓക്കെ, ഫസ്റ്റ് 20% കൊടുക്കുന്നു, രണ്ടാമത് 10% കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇക്വാലന്റ് ഡിസ്കൗണ്ട് എന്തായിരിക്കും? ഫസ്റ്റ് എക്സ് പ്ലസ് വൈ മൈനസ് എക്സ് ഇൻറ്റു വൈ ഡിവൈഡഡ് ബൈ 100. അപ്പോഴും എന്ത് തന്നെയായിരിക്കും? സെയിം തന്നെയായിരിക്കും വരുന്നത് അല്ലേ? എത്രയായിരിക്കും? 30 മൈനസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 28. അപ്പോൾ നമ്മൾ എങ്ങനെ എടുത്താലും സെയിം ആയിരിക്കും ആൻസർ വരുന്നത്. അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ്
അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ടു സക്സസീവ് ഡിസ്കൗണ്ട്സ് ആർ 20% ആൻഡ് 25%, ദെൻ ഇക്വാലന്റ് ഡിസ്കൗണ്ട് ഇസ്. എങ്ങനെ ചെയ്യും? 20 പ്ലസ് 25 മൈനസ് 20 ഇൻറ്റു 25 ഡിവൈഡഡ് ബൈ 100. അപ്പോൾ ഇവിടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 25 4 ടൈംസ് പോവും, 4 ഇത് ക്യാൻസൽ ചെയ്താൽ 5 ടൈംസ് പോയി. അപ്പോൾ എത്ര വരും? 20 പ്ലസ് 20 എത്ര വരും? 40. ഓക്കെ, 40. അപ്പോൾ 40% ആയിരിക്കും ഇക്വാലന്റ് ഡിസ്കൗണ്ട്. ഓക്കെ, ഇത് നമ്മൾ ഫോർമുല വെച്ചിട്ട് ചെയ്യുന്നത് ഈ രീതിയിൽ. ഇനി ഫോർമുല അല്ലാണ്ട്, ഓക്കെ, ഫോർമുല അല്ലാണ്ട് ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഇങ്ങനെയും കൂടെ ചെയ്ത് പഠിക്കുക. നമുക്ക് ഫസ്റ്റ് 20% ഉണ്ട്. ഓക്കെ, 20%ൻ്റെ ഫ്രാക്ഷണൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 1/5. ഇനി അടുത്തതെന്ന് പറയുന്നത് എത്രയാണ്? 25%. നെക്സ്റ്റ് 25%ൻ്റെ ഫ്രാക്ഷണൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 1/4. 25%ൻ്റെ 1/4. ഇവിടെ സക്സസീവ് ഡിസ്കൗണ്ട് ആണ്, അതായത് മൈനസ് ആണ്. ഓക്കെ, കുറയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഈ 20%ൻ്റെ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ചെയ്യാം. ഇനിഷ്യലി 5 ആണെങ്കിൽ, ഓക്കെ, ഇനിഷ്യലി 5 ആണെങ്കിൽ ഡിസ്കൗണ്ട് കൊടുത്തതിന് ശേഷം എത്രയായിരിക്കും? 5 ആണ് ഇനിഷ്യൽ എങ്കിൽ 5ൻ്റെ 20% 1 ആണ്, ഡിസ്കൗണ്ട് ആണ്. അപ്പോൾ ഒന്ന് കുറയുന്നു. അപ്പോൾ 5 മൈനസ് 1 4. അപ്പോൾ ഇവിടെ 4 യൂണിറ്റ്സ്. ഇനി നെക്സ്റ്റ് 25%ൻ്റെ ഡിസ്കൗണ്ട് പോകുമ്പോൾ ഇനിഷ്യലി 4 ആണെങ്കിൽ അതിൻ്റെ 25% എന്ന 1 ആണ്. അപ്പോൾ ഒന്ന് കുറയ്ക്കുമ്പോൾ 3. അപ്പോൾ ഇവിടെ എത്ര വരും? ഇത് 4ഉം ഇത് 3, ഇവിടെ 3. ഇനി ചെയ്യേണ്ടത് ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ഇതും മൾട്ടിപ്ലൈ ചെയ്യുക. 5 ഇൻറ്റു 4ഉം ഇതും മൾട്ടിപ്ലൈ ചെയ്യുക. 4 ഇൻറ്റു 3. ഓക്കെ, അപ്പോൾ 5 ഇൻറ്റു 4 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും 20. ഇവിടെ എത്രയാണ്? 4 ഇൻറ്റു 3 ചെയ്താൽ 12. അപ്പോൾ ഇവിടെ ഇനിഷ്യലി 12, ഡിസ്കൗണ്ട് കൊടുത്തതിന് ശേഷമുള്ള വാല്യൂ എന്ന് പറയുന്നത് 12 ആയിരിക്കും. അപ്പോൾ പെർസെൻറ്റേജ്, ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ആണെങ്കിൽ ചേഞ്ച് ഇവിടെ നിന്ന് ഇവിടം വരെ എത്രയാണ്? 8 ആണ്, 8 യൂണിറ്റ്സ് ആണ്. സോ 8 ഡിവൈഡഡ് ബൈ ഇനിഷ്യൽ എത്രയാണ്? 20. സോ 20 ഇൻറ്റു പെർസെൻറ്റേജ് കാണണമെങ്കിൽ 100. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇത് ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്കും 20ൽ 5 ടൈംസ്, സോ 8 ഇൻറ്റു 5 40% എന്ന് കിട്ടും. ഇതാണ് എളുപ്പ വഴി. ഇത് ജസ്റ്റ് ചെയ്യുമ്പോൾ ആദ്യം ഒരു ഇത് തോന്നും, പിന്നെ ചെയ്ത് വരുമ്പോഴത്തേക്കും റെഡി ആയിക്കോളും. ഇനി നിങ്ങൾക്ക് ഇവിടെ ക്യാൻസൽ ചെയ്യണമെങ്കിൽ ഒരു സ്റ്റെപ്പും കൂടെ നമുക്കിവിടെ ചെയ്യാം. അതായത് നമുക്കിവിടെ ക്യാൻസൽ ചെയ്യണമെങ്കിൽ ക്രോസ് ആയിട്ടേ ക്യാൻസൽ ചെയ്യാൻ പറ്റും. അതായത് ഇവിടുത്തെ ടേമും ഇപ്പുറത്തുള്ള ടേമും ആയിട്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് സെയിം ആണെങ്കിൽ ഇവിടെ ക്യാൻസൽ ചെയ്യാം. ഇനിയിപ്പോൾ ഇവിടെ 8 ആയിരുന്നെങ്കിൽ ഈ 4 വെച്ച് ഇത് ക്യാൻസൽ ചെയ്ത് ഇവിടെ 2 എന്ന് എഴുതാം. അപ്പോൾ ഇതിപ്പോൾ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കും? ഇപ്പോൾ 2 ഇക്വേഷൻ ഇങ്ങനെ എഴുതി, 5 4 4 3, ഇത് രണ്ടും ക്യാൻസൽ ചെയ്താൽ രണ്ടിടത്തും 1 ആയി. അപ്പോൾ 5 ഇവിടെ 1 1, 5 ഇൻറ്റു 1 5ഉം ഇവിടെ എത്രയാണ്? 3. അപ്പോൾ ഡിഫറൻസ് എത്രയാണ്? 2 ആണ്. സോ 2 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 100. ഇത് ചെയ്താൽ നമുക്ക് എന്ത് തന്നെ കിട്ടും? ഇത് 20 ആയിട്ട് ക്യാൻസലായി. 2 ഇൻറ്റു 20 40%. അപ്പോൾ ക്യാൻസലേഷൻ നടക്കണമെങ്കിൽ ക്രോസ് ആയിട്ട് നമ്മൾ ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഓക്കെ, 2-3 ക്വസ്റ്റ്യൻ കൂടെ ചെയ്യുമ്പോഴത്തേക്കും റെഡി ആയിക്കോളും. ഇതേ ടൈപ്പിൽ തന്നെ നമുക്ക് ഫസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. 2 successive discounts are 10% and 20%. അപ്പോൾ 10%ൻ്റെ ഫ്രാക്ഷൻ വാല്യൂ എന്ന് പറഞ്ഞാൽ 1/10 ആണ്, ഡിസ്കൗണ്ട് ആണ്. അപ്പോൾ 10 എഴുതി, ഒന്ന് കുറയ്ക്കുന്നു, അപ്പോൾ 9 എഴുതി. ഇനി 20% എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇറ്റ് ഈസ് 1/5 ആണ്. അപ്പോൾ 1/5 ആകുമ്പോഴത്തേക്കും ആദ്യം 5 എഴുതി, ഒന്ന് കുറയ്ക്കുമ്പോൾ 4. നമുക്ക് ക്രോസ് ആയിട്ടാണെങ്കിൽ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇത് 2 ടൈംസ് ക്യാൻസൽ ചെയ്യാം, ഇത് 5 ടൈംസ് ക്യാൻസൽ ചെയ്യാം. ഇനി ക്യാൻസൽ ചെയ്യാനൊന്നും പറ്റില്ല. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 5 ഇൻറ്റു 5 25, 9 ഇൻറ്റു 2 18. ഓക്കെ, ഡിഫറൻസ് എത്രയാണ്? ഇറ്റ് ഈസ് 7. ഓക്കെ, അപ്പോൾ 7 ഡിവൈഡഡ് ബൈ 25 ഇൻറ്റു 100. അപ്പോൾ ഇത് ചെയ്യുമ്പോഴത്തേക്കും 4 ടൈംസ് ക്യാൻസലായി. സോ 7 ഇൻറ്റു 4 28. സോ ഇറ്റ് ഈസ് 28%. അപ്പോൾ 28% നമുക്ക് ഇവിടെ കിട്ടിയത്. അപ്പോൾ ഈ രീതിയിലും നമുക്ക് ചെയ്യാം. ഓക്കെ, അതായത് ഇപ്പം 2 ഓക്കെ, 2-ൽ കൂടുതൽ 3 4 ഇതൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ഈ മെത്തേഡായിരിക്കും നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് 2 successive discounts are 11 1/9% and 12 1/2%, then equivalent discount is. അപ്പോൾ ഇവിടെ എത്രയാണ്? 11 1/2%. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫ്രാക്ഷണൽ വാല്യൂ അറിയണം. 11 1/2%ൻ്റെ 11 1/9%ഉം അടുത്ത് എത്രയാണ്?
12 1/2%. ഓക്കെ, 11 1/9% ഫ്രാക്ഷൻ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് 1/9. സ്റ്റാൻഡേർഡ് ആണ്. 12 1/2% ഫ്രാക്ഷൻ വാല്യൂ ഇറ്റ് ഇസ് 1/8. അപ്പോൾ ഇവിടെ എത്രയാണ്? ഇവിടെ രണ്ട് റേഷ്യോസ് എഴുതുമ്പോഴത്തേക്കും 9ഉം പിന്നെ ഒന്ന് കുറയാണ് 9 - 1 8. ഇതിൻ്റെ എടുക്കുമ്പോൾ 1/8 എടുക്കുമ്പോൾ ഫസ്റ്റ് 8ഉം പിന്നെ എന്താണ് ഒന്ന് കുറയാണ്, ദാറ്റ് ഇസ് 7. ക്യാൻസൽ ചെയ്യാം, ക്രോസ് ആയിട്ട് ക്യാൻസൽ ചെയ്യാം. ഇവിടെ 1 വരും, ഇതും ക്യാൻസൽ ചെയ്യാം, 1 വരും. 9 × 1 9. അടുത്ത് 7 × 1 7. അപ്പോൾ ഇവിടെ എത്രയാണ് ചേഞ്ച്? 2 യൂണിറ്റ്സ്. ഓക്കെ, അപ്പോൾ എത്ര വരും? 2 ഡിവൈഡഡ് ബൈ ഇനിഷ്യൽ ഇസ് 9. ഓക്കെ, ഇനിഷ്യൽ ഇസ് 9. ഇതാണ് ഫൈനൽ ഡിസ്കൗണ്ടിന് ശേഷമുള്ളത്. സോ 2/9 × 100. 2/9 × 100% എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം 1/9ൻ്റെ ഫ്രാക്ഷൻ്റെ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് 11 1/9%. അപ്പോൾ 2/9 ആണെങ്കിൽ ഇൻറ്റു 2 ചെയ്താൽ മതി. അപ്പോൾ എത്ര വരും? 22. രണ്ട് സൈഡ് മൾട്ടിപ്ലൈ, രണ്ടാൾക്കും കൊടുക്കുക. 22 2/9%. സോ ഓപ്ഷൻ ബി. റെഡി? നെക്സ്റ്റ് 3 സക്സസീവ് ഡിസ്കൗണ്ട്സിൻ്റെ 10%, 20%, 30%. ഇത്രയും സക്സസീവ് ഡിസ്കൗണ്ട് ആണ്. 10%, 20% ആൻഡ് 30%. സോ 10%ൻ്റെ വരുമ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ ഇത് ഫോർമുല വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ മറ്റ് രണ്ടെണ്ണം വെച്ച് ചെയ്യുമ്പോൾ ആദ്യം 10%ൻ്റെയും 20%ൻ്റെയും വെച്ചിട്ട് നെറ്റ് അല്ലെങ്കിൽ ഇക്വാലൻ്റ് ഡിസ്കൗണ്ട് കാണുക. അത് കിട്ടിയതിന് ശേഷം അത് 28 അല്ലേ, നമ്മൾ ഓൾറെഡി നേരത്തെ ചെയ്തു. അത് ചെയ്തതിന് ശേഷം ഇവിടെ 28 എന്ന് കിട്ടും. ആ 28ഉം 30യും കൂടെയും ചെയ്യുക ഒന്നുകൂടെ. അപ്പോൾ അങ്ങനെ 2 സ്റ്റെപ്പ് ചെയ്യണം. അതിൽ എത്രയോ സിമ്പിളാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? 10%ൻ്റെ ഫ്രാക്ഷൻ വാല്യൂ 1/10, 20%ൻ്റെ ഫ്രാക്ഷൻ വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്കും 1/5, 30%ൻ്റെ പറയുമ്പോൾ 3/10. അപ്പം 3 ആൾക്കാർ എഴുതുക. ദാറ്റ് ഇസ് 10ഉം 1 കുറയ്ക്കുന്നു 9. നെക്സ്റ്റ് 5 1 കുറയ്ക്കുന്നു 4. നെക്സ്റ്റ് 10 3 കുറയ്ക്കുന്നു 7. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും എത്ര വരും? ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ വേണമെങ്കിൽ 2 വെച്ച് ക്യാൻസൽ ചെയ്യാം അല്ലേ? 2 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇത് 2 വരും, ഇവിടെ 5 വരും. ഇവിടെയും 2 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇത് 5 വരും. ഓക്കെ, അപ്പോൾ 5 × 5 × 5 എത്ര വരും? 125. ഇപ്പുറത്ത് നോക്കുമ്പോൾ 9 × 7 ദാറ്റ് ഈസ് 63. ഇവരുടെ ഡിഫറൻസ് ആയിരിക്കും ഡിസ്കൗണ്ട്. ദാറ്റ് ഈസ് 125 - 63 എന്ന് പറഞ്ഞാൽ 62. സോ 62 ഡിവൈഡഡ് ബൈ 125 × 100. ഓക്കെ, ഇത് 25 ക്യാൻസൽ ചെയ്യുമ്പോൾ 5 ടൈംസ്, 25 4 ടൈംസ്. സോ 62 × 4 ഡിവൈഡഡ് ബൈ 5. അപ്പോൾ എത്ര വരും? 8 248 ഡിവൈഡഡ് ബൈ 5 എന്ന് കിട്ടും. ഓക്കെ, 248/5 നമ്മൾ ഡിവൈഡഡ് ബൈ 5 ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇൻറ്റു 2/10 ചെയ്യാം. ഇതിൻ്റെ ഇരട്ടി എടുത്തിട്ട് ഒരു ഡെസിമൽ പ്ലേസ് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ 248ൻ്റെ ഇരട്ടി, അതായത് 248 × 2 ഡിവൈഡഡ് ബൈ 10. ഓക്കെ, 5 വെച്ച് ഡിവൈഡ് ചെയ്യുന്നതിൻ്റെ എളുപ്പ വഴിയാണ്. അതായത് ഇതും ക്യാൻസൽ ചെയ്താൽ 5 ആയി. അപ്പോൾ ഇതിൻ്റെ ഡബിൾ എടുക്കുക. 248ൻ്റെ ഡബിൾ എത്രയായിരിക്കും? ഇറ്റ് ഈസ് എത്ര വരും? 496. ഓക്കെ, 496 ഡിവൈഡഡ് ബൈ 10. അപ്പോൾ ഒരു ഡെസിമൽ പ്ലേസ് ഇട്ട് കൊടുക്കുക. ദാറ്റ് ഈസ് 49.6. 49.6 എന്ന് കിട്ടും. ഇത്രയും പെർസെൻറ്റേജ്. ആൻസർ എത്രയായിരിക്കും? 49.6. ഓക്കെ, അപ്പോൾ 3 എണ്ണം വരുമ്പോൾ ഈ രീതിയിൽ ചെയ്യുക. നെക്സ്റ്റ് 4 സക്സസീവ് ഡിസ്കൗണ്ട്സ്, 4 എണ്ണം വരുന്നു. 4 ആൾക്കാർ വരികയാണ്. അപ്പോൾ ഇവരുടെയൊക്കെ ഫ്രാക്ഷൻ വാല്യൂ അറിയണം. 11 1/9%, 12 1/2%, 9 1/11%, 10%. ഇതെല്ലാം സ്റ്റാൻഡേർഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോഴത്തേക്കും 11 1/9% എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് 1/9. 1/9. അടുത്ത 12 1/2% എന്ന് പറഞ്ഞാൽ 1/8 ആണ്. നെക്സ്റ്റ് 9 1/11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് 1/11. 10% എന്ന് പറയുമ്പോൾ 1/10. 4 റേഷ്യോസ് എഴുതുക. ഫസ്റ്റ് 9 ആണ്, 1 കുറയ്ക്കുന്നു 8. അടുത്തത് 8 ആണ്, 1 കുറയ്ക്കുന്നു 7. നെക്സ്റ്റ് 11 ആണ്, 1 കുറയ്ക്കുന്നു 10. നെക്സ്റ്റ് 10 ആണ്, 1 കുറയ്ക്കുന്നു 9. ക്രോസ് ആയിട്ടുള്ള നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഈ 9ഉം 9ഉം പോയി. ഇനി അടുത്ത് ഈ 8ഉം 8ഉം ക്യാൻസൽ ചെയ്യാം. പിന്നെ എന്താണ്? ഈ 10ഉം
10ഉം ക്യാൻസൽ ചെയ്യും. കണ്ട എല്ലാവരും വെട്ടിപ്പോയപ്പോൾ ലാസ്റ്റ് ആര് മാത്രമേ ഉണ്ട്? 11ഉം ഉണ്ട്, ഇപ്പുറത്തൊരു 7ഉം ഉണ്ട്. ഡിഫറൻസ് എത്രയാണ്? 4 അല്ലേ? അപ്പോൾ 4 ഡിവൈഡഡ് ബൈ 11 ഇൻറ്റു 100. 4 ഡിവൈഡ് ബൈ 11 ഇൻറ്റു 100. ഇത്രയും പെർസെൻറ്റേജ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം 1/11 ഫ്രാക്ഷണൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 9 1/11% ആണ്. അങ്ങനെയാണെങ്കിൽ 4/11 എന്തായിരിക്കും? 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 9നെ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 36. സോ 36 4/11%. അതായിരിക്കും ആൻസർ. 36 4/11%. സോ ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Salary of a person is first increased by 20% and it is decreased by 20% change in his salary. അപ്പോൾ ഇവിടെ ആദ്യം 20% ഇൻക്രീസ് ചെയ്യുന്നു, രണ്ടാമത് എന്ത് ചെയ്യുന്നു? 20% ഡിക്രീസ് ചെയ്യുന്നു. 20% ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത്, ഇത് ഫോർമുല വെച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. ഫോർമുല എന്ന് പറഞ്ഞാൽ നമ്മൾ സക്സസീവ് ഡിസ്കൗണ്ടിൻ്റെ ഫോർമുല പഠിച്ചു. എക്സ് പ്ലസ് വൈ മൈനസ് എക്സ് വൈ ബൈ 100 ആണ്. ഇനിയിപ്പോൾ ഒന്ന് ഇൻക്രീസും ഒന്ന് ഡിക്രീസും വരുമ്പോൾ ഫോർമുല ചേഞ്ച് ചെയ്യുന്നത് ഇവിടെ പ്ലസ് ഇട്ട് കൊടുക്കുക, എന്നിട്ട് എക്സ് വൈ ഡിവൈഡഡ് ബൈ 100 ഇങ്ങനെ ചെയ്യുക. ഓക്കെ, പ്ലസ് എക്സ് വൈ ഡിവൈഡഡ് ബൈ 100. ഇവിടെ എക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 20 ആണ്, പ്ലസ് 20 ആണ്. വൈ എന്ന് പറയുന്നത് മൈനസ് 20 ആണ്. അപ്പോൾ അതേ വാല്യൂസ് ഇവിടെ ഇട്ട് കൊടുക്കുക. ദാറ്റ് ഇസ് 20. വൈ എന്ന് പറയുന്നത് എത്രയാണ്? മൈനസ് 20 ആണ്. ഓക്കെ, സോ ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ പ്ലസ് മൈനസ് 20 ഇങ്ങനെ എഴുതാം. പ്ലസ് എക്സ് ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 20 ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ മൈനസ് 20 ഡിവൈഡഡ് ബൈ 100. അപ്പോൾ ഇവിടെ ഇത് രണ്ടും ക്യാൻസലായി. 20 പ്ലസ് ഇൻറ്റു മൈനസ് ആണ്, അപ്പോൾ മൈനസ് 20 രണ്ടും ക്യാൻസലായി. ബാക്കി എന്തുണ്ട്? മൈനസ്. ഓക്കെ, മൈനസ് 20 ഇൻറ്റു 20 ബൈ 100. ഓക്കെ, മൈനസ് 20 ഇൻറ്റു 20 ഡിവൈഡഡ് ബൈ 100. ഇതായിരിക്കും ആൻസർ. അതായത് -4 ആയിരിക്കും. ഓക്കെ, -4. അതായത് 4% ഡിക്രീസ് ആയിരിക്കും സംഭവിക്കുന്നത്, നെഗറ്റീവ് ആയതുകൊണ്ട്. സോ ഇറ്റ് ഈസ് 4% ഡിക്രീസ്. അപ്പോൾ ജനറലി നമുക്ക് ഈ ഫോർമുല വെച്ചിട്ട് നമുക്കിങ്ങനെ പറയാം. ഇപ്പം എക്സും -X% ഇത് രണ്ടും ആണെങ്കിൽ, പ്ലസ് എക്സും -X% ആണെങ്കിൽ ഇക്വാലൻറ്റ് ഡിസ്കൗണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇക്വാലൻറ്റ് ഡിസ്കൗണ്ട് അല്ല, ഇക്വാലൻറ്റ് ആ നെറ്റ് റേറ്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് മൈനസ് ഓഫ് x² ഡിവൈഡഡ് ബൈ 100. ഇതായിരിക്കും ആൻസർ. ഇത്രയും പെർസെൻറ്റേജ് ആയിരിക്കും, മൈനസ് ഓഫ് x² ഡിവൈഡഡ് ബൈ 100. അപ്പോൾ ഈ ഒരു ഫോർമുല നമുക്ക് മനസ്സിൽ ഉണ്ടെങ്കിൽ, കാരണം ഇത് കിട്ടുന്നത് എങ്ങനെയാണ്? ആ മൈനസ് അവിടെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ആദ്യത്തെ 2 ആൾക്കാർ വെട്ടിപ്പോവും, ബാക്കി 2 എന്ന് പറയുന്നത് ഒരു നെഗറ്റീവും, പിന്നെ ആ 2 ആൾക്കാരെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, അതിൻ്റെ സ്ക്വയർ. സോ -x² ബൈ 100. അപ്പോൾ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ഇവിടെ ആൻസർ ചെയ്യാം. 20 20 ആണ്, ഒന്ന് പ്ലസ് ഒന്ന് മൈനസും. ആദ്യം ഡിക്രീസ് സംഭവിച്ചിട്ട് പിന്നെ ഇൻക്രീസും ആവാം, അല്ലെങ്കിൽ ആദ്യം ഇൻക്രീസ് സംഭവിച്ചിട്ട് പിന്നെ ഡിക്രീസും ആവാം. എങ്ങനെ ചെയ്താലും നമ്മൾ എന്ത് ചെയ്യുന്നു? ഒറ്റയടിക്ക് ചെയ്യുന്നു. മൈനസ് ഓഫ് 20² ഡിവൈഡഡ് ബൈ 100 ചെയ്ത ആൻസറായി. എത്രയാണ്? -4. ഓക്കെ, നെക്സ്റ്റ്. എ നമ്പർ ഇസ് ഫസ്റ്റ് ഇൻക്രീസ്ഡ് ബൈ 40% and then decreased by 25%, again increased by 15% and then decreased by 20%. അപ്പോൾ കുറേ ഇതുണ്ട്. ഓക്കെ, കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഇതാണെങ്കിൽ, അപ്പോൾ ഫോർമുല യൂസ് ചെയ്യുന്നത് ഇവിടെ ആണെങ്കിൽ കുറച്ച് എളുപ്പത്തിൽ ചെയ്യാം, പക്ഷേ ഇത് വന്ന പരിപാടി നടക്കത്തില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഷോർട്ട് കട്ടായിട്ടുള്ള ആ ട്രിക്കിലോട്ട് പോവാം. എന്ത് ചെയ്യാം? 40%, ഓരോ പെർസെൻറ്റേജും എടുക്കുക. ആദ്യം ഇൻക്രീസ് പ്ലസ് 40%. നെക്സ്റ്റ് എന്താണ്? ആൻഡ് ദെൻ ഡിക്രീസ്ഡ് ബൈ 25%. പിന്നെ എത്രയാണ്? ഇൻക്രീസ്ഡ് ബൈ 15%. പിന്നെ എത്രയാണ്? ഡിക്രീസ്ഡ് ബൈ 20%. ഇവരൊക്കെ ഫ്രാക്ഷൻ വാല്യൂ എഴുതുക. ഫ്രാക്ഷൻ വാല്യൂ എത്രയാണ്? 40%ൻ്റെ ഫ്രാക്ഷൻ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് 2/5. അതായത് 40/100 വെട്ടിപ്പോയാൽ 2/5 പ്ലസ് 2/5 ആണ്. 25% എന്ന് പറഞ്ഞാൽ 1/4 മൈനസ് 1/4. 15% എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് 15/100 3/10. ഓക്കെ, അപ്പോൾ എത്ര വരും? 3/20. അപ്പോൾ എത്രയാണ്? പ്ലസ് 3/20. അടുത്ത എത്രയാണ്? -1/5. ഫ്രാക്ഷൻ വാല്യൂസ് എഴുതി. ഇനി ഇവരുടെയൊക്കെ റേഷ്യോസ് എഴുതുക. ആദ്യത്തെ എടുക്കുക, 2/5ൻ്റെ എടുക്കുക, പ്ലസ് ആണ്. അപ്പോൾ ഇനിഷ്യലി 5 ആണെങ്കിൽ ഇൻക്രീസ് ആണ് അവിടെ സംഭവിക്കുന്നത്. 5 + 2 7.
നേരത്തെ എല്ലാം ഡിസ്കൗണ്ട് ഡിക്രീസ് ആയതുകൊണ്ട് നമ്മൾ കുറച്ച് എഴുതുന്നു. ഇവിടെ എന്താണ് കൂട്ടി എഴുതണം. ആദ്യത്തെ 5 ആണെങ്കിൽ രണ്ടാമത്തത് 7, 5 + 2 7. ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ എടുക്കുക, -1/4. ആദ്യത്തെ 4 ആണെങ്കിൽ 1 കുറയ്ക്കുക, 4ഉം -1 3ഉം. അപ്പോൾ 4ഉം 3ഉം. അടുത്ത എത്രയാണ്? 20യും 20 + 3 23. നെക്സ്റ്റ് 5ഉം 4ഉം. ഓക്കെ, ഇനി ഇവിടെ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന ആകെ 4 മാത്രം അല്ലേ. 4ഉം 4ഉം ക്യാൻസൽ ചെയ്തു. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 × 5 25 അല്ലേ, 25. ഓക്കെ, 25 × 20 500. സോ ഇവിടെ 500 വരും. ഇവിടെ എത്രയാണ്? 21 × 23. ഓക്കെ, 21 × 23, 21 × 23. അപ്പോൾ എത്ര വരും? 36483. സോ 500 പിന്നെ ഡിസ്കൗണ്ട് ഇതെല്ലാം പ്ലസും ഇൻക്രീസും മൈനസും എല്ലാം കഴിഞ്ഞ് എത്ര കിട്ടി? 483. ഇനി ഇവരുടെ ഡിഫറൻസ് നോക്കുക, എത്രയായിരിക്കും? 17 യൂണിറ്റ്സ് ആയിരിക്കും. ഓക്കെ, 17. അപ്പോൾ ഇവിടെ ആൻസർ എത്ര വരും? 17. കുറയാണ് ചെയ്യുന്നത്, അപ്പോൾ ഡിക്രീസ് ആണ് അതിൻ്റെ അർത്ഥം. പ്ലസ് വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ ഇൻക്രീസ് എന്നാണ് അർത്ഥം. കാരണം 500-ൽ നിന്ന് 500-നെക്കാട്ട് കുറവാണ് വന്നിട്ടുള്ളത്. ഓക്കെ, 500-ൽ നിന്ന് 500-നെക്കാട്ട് കൂടുതൽ വന്നാൽ പ്ലസ്, ദാറ്റ് മീൻസ് ഇൻക്രീസ്. അപ്പോൾ ഇവിടെ 17 ഡിവൈഡഡ് ബൈ 500 into 100. That is equal to ഈ 0 ക്യാൻസൽ ആയി. അപ്പോൾ 17 ഡിവൈഡഡ് ബൈ 5 വരും. അപ്പോൾ എത്ര വരും? ഇതിൻ്റെ ഇരട്ടി എടുത്താൽ മതി. ഓക്കെ, ഇരട്ടി എടുക്കുമ്പോൾ 34. ഒരു ഡെസിമൽ പ്ലേസ് കൊടുക്കുക 3.4. ദാറ്റ് ഈസ് -3.4%. ദാറ്റ് മീൻസ് 3.4% ഡിക്രീസ്. സോ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി, 3.4% ഡിക്രീസ്. Next question, the value of a motorcycle depreciates every year by 4%. What will be its value after 2 years if its present value is ₹75,000? അപ്പോൾ ഇവിടെ വാല്യൂ ഓഫ് എ മോട്ടോർ സൈക്കിൾ എവറി ഇയറിൽ 4% വെച്ച് അതിൻ്റെ ഡെപ്രിസിയേഷൻ സംഭവിക്കുകയാണ്. 4% കുറയാണ്, വാല്യൂ കുറയാണ്. അപ്പോൾ 4% 2 വർഷമാണ്. അപ്പോൾ ഒരു 4%, പിന്നെയും ഒരു 4%. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര വരും? ഇറ്റ് ഇസ് രണ്ടും കുറയാണ്. അപ്പോൾ നമുക്ക് ആ ഫോർമുല ക്യാൻസൽ ആയി പോകത്തില്ല. ഒന്ന് കുറയും ഒന്ന് കൂടുതൽ വന്നാലേ -x²/100 ചെയ്യാൻ പറ്റൂ, അത് ഓർത്ത് വെക്കുക. അപ്പോൾ ഇവിടെ എത്ര വരും? ഇറ്റ് ഇസ് 4% എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഫ്രാക്ഷൻലെസ് 1/25. ഇവിടെയും -1/25. റേഷ്യോ എഴുതുമ്പോൾ 25 ഒന്ന് കുറയ്ക്കുന്നു 24, വീണ്ടും 25 ഒന്ന് കുറയ്ക്കുന്നു 24. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 625, ഇവിടെ 576. ഇനി ഇവിടെ തന്നിട്ടുണ്ട് പ്രസൻറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 75,000. പ്രസൻറ്റ് വാല്യൂ എത്രയാണ്? ഈ 625 യൂണിറ്റ്സ് ആണ് പ്രസൻറ്റ്. 2 വർഷം കഴിയുമ്പോൾ എത്രയാവും? 576. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രസൻറ്റ്. ഓക്കെ, ഇതാണ് പ്രസൻറ്റ് വാല്യൂ. ഇത് ആഫ്റ്റർ 2 ഇയേഴ്സ്. ഓക്കെ, ആഫ്റ്റർ 2 ഇയേഴ്സ്. അപ്പോൾ 625ൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. 625 യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ദാറ്റ് ഈസ് 75,000. 75,000. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റ് എന്തായിരിക്കും? 1 യൂണിറ്റ് എന്ന് പറയുന്നത് 75,000 ഡിവൈഡഡ് ബൈ 625. ഓക്കെ, നമുക്ക് കാണേണ്ട എത്രയാണ്? വാട്ട് വിൽ ബി ദ വാല്യൂ ആഫ്റ്റർ 2 ഇയേഴ്സ്? അതായത് ഈ 576 യൂണിറ്റ് എത്രയാണെന്നാണ് കാണേണ്ടത്. സോ 576 യൂണിറ്റ് ഇസ് ഈക്വൽ ടു 75000 divided by 625 into 576. That is equal to, ഇത് ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈ 75,000-നെ ഞാൻ 75 into 1000 എന്ന് എഴുതി. 625 എന്ന് പറഞ്ഞാൽ 25 into 25 ആണ്. അപ്പോൾ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഓക്കെ, 576. 25 ഇത് എത്രയാണ്? 3 ടൈംസ് പോവും. ഇവിടെ 25 100-ൽ 4 ടൈംസ് 40. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 3 into 40 into 576. ഓക്കെ, അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് 69120 എന്ന് കിട്ടും. റെഡി? അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻസിലോട്ട് എത്തണമെങ്കിൽ നമുക്ക് പല വഴികളുണ്ട്. നിങ്ങൾക്ക് ഡിജിറ്റൽ സം കോൺസെപ്റ്റ് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ അത് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു ഓപ്ഷൻ നമുക്ക് ബാക്കിയുള്ളത് എലിമിനേറ്റ് ചെയ്ത് ഇതിലോട്ട് എത്താൻ പറ്റും. ഒരു വേ എന്ന് പറയുന്നത് ആദ്യം യൂണിറ്റ് ഡിജിറ്റ് എടുക്കുക. ഇതിൽ ഇത്രയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ലാസ്റ്റ് 0 ആണുള്ളത്. ഓക്കെ, അത് യൂണിറ്റ് പ്ലേസ് മൾട്ടിപ്ലൈ 6 into 0 0, ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0, അല്ലെങ്കിൽ 6 into 3 18, 18 into 0 0. അപ്പോൾ ഒരു 0 മാത്രമേ അവിടെ വരത്തുള്ളൂ. അപ്പോൾ ഈ 2 ഓപ്ഷൻസ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഈ 2 ഏതെങ്കിലും ഒന്നായിരിക്കും.
ഇനി ഇതിൻ്റെ ഡിജിറ്റൽ സം നോക്കുകയാണെങ്കിൽ ഇവിടെ 3 ആണ്, 3. ഇവിടുത്തെ ഡിജിറ്റൽ സം എന്ന് പറഞ്ഞാൽ 4 ആണ്, 4 + 0. ആ ഡിജിറ്റ്സ് തമ്മിൽ ആഡ് ചെയ്യാം. 9 വരികയാണെങ്കിൽ അത് 0 ആയിട്ട് എടുക്കാം. ഇനി അടുത്ത് 576, 5 + 7 12, 12 + 6 18, 18 എന്ന് പറഞ്ഞാൽ 1 + വീണ്ടും ചെയ്യാം, 18ന് 1 + 8 9. അപ്പോൾ അതെന്തായി 0 ആവും. ഓക്കെ, അപ്പോൾ 0 ആണ് ഇവിടുത്തെ ഡിജിറ്റൽ സം എന്ന് പറയുന്നത്. ആ 0 വരുന്ന ഈ 2 ഓപ്ഷൻസിൽ ഏതുണ്ടെന്ന് നോക്കുക. ഇതിൻ്റെ ഡിജിറ്റൽ സം എന്ന് പറയുന്നത് 7 + 2 9, 9 വരുന്ന അത് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 1 ആണ്, 1 ആയിരിക്കും ഇതിൻ്റെ ഡിജിറ്റൽ സമ്മ്. ഇതിൻ്റെ ആണെങ്കിൽ 9 ഉള്ളത് ക്യാൻസൽ ചെയ്യാം, ബാക്കി 6 + 2 8, 8 + 1 9. അപ്പോൾ ഇതെന്തായി, ഇതിൻ്റെ ഡിജിറ്റൽ സമ്മ് 0. അപ്പോൾ ഇതായിരിക്കും. അപ്പോൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഈ ഒരു കോൺസെപ്റ്റ് വെച്ച് ചെയ്യാം. അപ്പോൾ ഡിജിറ്റൽ സം സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ്. Present population of a village is 67,600. It has been increasing annually at the rate of 4%. What was the population of the village 2 years ago? Okay, അപ്പോൾ ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം, 4% ആണ് അതിൻ്റെ റേഷ്യോസ് എഴുതാം. ഓക്കെ, ഇത് 1/25 ആണ്, ഇൻക്രീസ് ആണ് സംഭവിക്കുന്നത്, +4%. അപ്പോൾ ഫസ്റ്റ് 25 കൂടുകയാണ് ചെയ്യുന്നത്, അപ്പോൾ 26 വരും. വീണ്ടും ഒരു 4% ആനുവലി ആണ്. അപ്പോൾ 2 വർഷം കഴിഞ്ഞിട്ട് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെയും 25, ഇവിടെ 26 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 625, 26 എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ സ്ക്വയർ 676. ഓക്കെ, ഇത് എപ്പോഴാണ്, ഇത് ശരിക്കും ആഫ്റ്റർ 2 ഇയേഴ്സ് ആണ്. ഓക്കെ, 2 വർഷം കഴിയുമ്പോൾ, ആഫ്റ്റർ 2 ഇയേഴ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രസൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, വാട്ട് വാസ് ദ പോപ്പുലേഷൻ ഓഫ് ദ വില്ലേജ് 2 years ago. അപ്പോൾ ഇവിടെയാണ് പ്രസൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രസൻറ്റ് 2 years ago എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 2 years ago എന്ന് പറഞ്ഞാൽ ഇവിടെ ആയിരിക്കും. ഓക്കെ, 2 years ago. ഇവർ തമ്മിലുള്ളത് 2 വർഷത്തെ ഗ്യാപ്പ് ആയിരിക്കും. ഓക്കെ, സോ എന്ത് വന്നു, ഇവിടെ തന്നിട്ടുള്ള എന്താണ്, പ്രസന്റ് പോപ്പുലേഷൻ 6700. അപ്പോൾ ഇവിടെ ഇതാ 676 യൂണിറ്റ്സ് എന്ന് പറയുന്നതാണ്, 676 യൂണിറ്റ്സ് എന്ന് പറയുന്നതാണ് 67,600. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റ് എത്രയായിരിക്കും, 100. ക്യാൻസൽ ചെയ്ത് ഇത് രണ്ടും വെട്ടിപ്പോയി, ബാക്കി 100. നമുക്ക് കാണേണ്ടത് വാട്ട് വാസ് ദ പോപ്പുലേഷൻ ഓഫ് ദ വില്ലേജ് 2 years ago. 2 വർഷം മുന്നേ എത്രയായിരിക്കും, 625. അപ്പോൾ 625 യൂണിറ്റ് എത്രയാണെന്ന് നോക്കുക. സോ 625 യൂണിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 100 × 625. ദാറ്റ് ഈസ് ഈക്വൽ ടു 62500. ആൻസർ എത്രയാണ്, ഓപ്ഷൻ എ. റെഡി അല്ലേ? ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. അപ്പോൾ ഇത് സക്സസീവ് ഡിസ്കൗണ്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടാണ് കുറച്ചുകൂടെ ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്ത് നമുക്ക് നിർത്താം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എ മാനുഫാക്ചർ സോൾഡ് ഹിസ് ഗുഡ്സ് ടു ഹോൾസെയിലർ at 25% profit and wholesaler sold it to retailer at 20% profit and retailer sold it to customer at 28% profit. Then find the cost price of goods for manufacturer if customer purchased it at ₹9,600. അതായത് ഒരു ഹോൾസെയിലർ ഉണ്ട്, പിന്നെ അയാൾ വേറൊരു റീറ്റെയിലറിന് കൊടുത്തു, റീറ്റെയിലർ പിന്നെ കസ്റ്റമറിന് കൊടുക്കുന്നു. അവസാനം നമ്മളാണ് കസ്റ്റമർ. നമുക്ക് എത്രയാണ് ഇവരുടെയൊക്കെ പ്രോഫിറ്റുകൾ കിട്ടിയതിന് ശേഷം ഒരു വലിയ എമൗണ്ടിനായിരിക്കും നമ്മൾ മേടിക്കുന്നത്. ആ മേടിച്ച പൈസ എത്രയാണ്, 9,600. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ പെർസെൻറ്റേജ് മാത്രം നോക്കിയാൽ മതി. ആദ്യത്തെ പ്രോഫിറ്റ് ആണ് 25%, അപ്പോൾ +25 എടുക്കുക. രണ്ടാമത്തെ പറഞ്ഞിട്ടുള്ളതും പ്രോഫിറ്റ് തന്നെയാണ് 20%, അപ്പോൾ +20%. അപ്പോൾ ഇതൊക്കെ സക്സസീവ് ആയിട്ടാണ് പോകുന്നത്. ഒരാളുടെ കയ്യിൽ നിന്നും, ഹോൾസെയിലറിൻ്റെ കയ്യിൽ നിന്ന് അടുത്ത ആളുടെ കിട്ടി, അടുത്ത ആൾ കൊടുക്കുമ്പോൾ അയാൾക്ക് കിട്ടിയതിൻ്റെ ഇത്ര പെർസെൻറ്റേജ് ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ അത് സക്സസീവ് ആണ് ബൈ ഡിഫോൾട്ട് അല്ലേ അതിനകത്ത് വരുന്നത്. ഇനി അടുത്ത പെർസെൻറ്റേജ് മൂന്നാമത്തേന്ന് പറയുന്നത് 28% കസ്റ്റമറിന് കൊടുക്കുന്നു, 28%. ഇതിൻ്റെയൊക്കെ ഫ്രാക്ഷൻ വാല്യൂ എഴുതുക. ഇറ്റ് ഈസ് 1/4, ദാറ്റ് ഈസ് +1/4. ഇവിടെ എത്രയാണ്, +1/5. 28% എന്ന് പറയുമ്പോഴത്തേക്കും 28 ഡിവൈഡഡ് ബൈ 100 ചെയ്താൽ മതി. 4ൽ ക്യാൻസൽ ചെയ്യാം, 7 ടൈംസ് 4ൽ 25, 7/25. ഇതും പ്ലസ് ആണ്, +7/25. 3 പേരുടെ റേഷ്യോസ് എഴുതാം. ഫസ്റ്റ് വൺ ഇസ് 4 1 കൂട്ടുന്നു, അപ്പോൾ 5. അടുത്ത് 5 1 കൂട്ടുന്നു, 6. അടുത്ത് 25 7 കൂട്ടുന്നു, 32.
മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ക്രോസ് ആയിട്ട് ക്യാൻസൽ ചെയ്യാം. ഇനി എന്തെങ്കിലും ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? ക്രോസ് ആയിട്ട് ക്യാൻസൽ ചെയ്തിട്ടും ചെയ്യാം, അല്ലാണ്ടും ചെയ്യാം. നമുക്ക് അല്ലാണ്ട് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ കാൽക്കുലേഷൻ സിമ്പിൾ ആവുന്നത്. അതായത് 25 × 4 100, 100 × 5 500. ക്യാൻസൽ ചെയ്തിട്ടും ചെയ്യാം. ഓക്കെ, ഒരു പ്രശ്നവുമില്ല. ഞാനിപ്പോൾ ക്യാൻസൽ ചെയ്യുന്നില്ല. 500 ഇവിടെ ചെയ്യുമ്പോഴത്തേക്കും 30 × 32, അപ്പോൾ എത്ര വരും? 960. ഓക്കെ, രണ്ട് വാല്യൂസ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ആ ഹോൾസെയിലറിൻ്റെ കയ്യിലുള്ളത്. ഈ പൈസയിൽ നിന്നാണ് ഇങ്ങനെ കൂടി അവസാനം 960 യൂണിറ്റ്സിലോട്ട് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് കസ്റ്റമർ എൻഡിലുള്ള പ്രൈസ്. അപ്പോൾ 960 യൂണിറ്റ്സ് എന്ന് പറയുന്നതാണ് എത്രയാണ്? നമുക്ക് ഈ തന്നിട്ടുള്ള 9600. അപ്പോൾ ഇവിടെ പെട്ടെന്ന് ക്യാൻസൽ ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്നേ ക്യാൻസൽ ചെയ്യാത്തത്. അപ്പോൾ ഇതും ക്യാൻസൽ ചെയ്തു. ബാക്കി എത്ര? ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 10 രൂപയാണ്. ഓക്കെ, നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ള ഫൈൻഡ് ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ദ ഗുഡ്സ് ഫോർ മാനുഫാക്ചർ. മാനുഫാക്ചറിൻ്റെ പ്രൈസ് എത്രയാണ്? അതാണ് ഇത്രയും യൂണിറ്റ്, 500 യൂണിറ്റ്സ്. സോ 500 യൂണിറ്റ്സ് കാണണം. 500 യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 500 × 10, ദാറ്റ് ഈസ് 5000. സോ ഓപ്ഷൻ എ 5000. റെഡി? അപ്പോൾ ഇത്രയാണ് സക്സസീവ് ഡിസ്കൗണ്ട്. ഈ ഒരു കോൺസെപ്റ്റ് ഇങ്ങനെ ഇൻറ്റു ചെയ്യുന്നത് നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ആവശ്യം വരുന്നതാണ്. അപ്പോൾ ഇത് പഠിച്ചു വെക്കുക. ഈ ഒരു രീതി ഇതാണ് ഏറ്റവും എളുപ്പം. നമ്മൾ ഫോർമുല യൂസ് ചെയ്യുന്നതിനെക്കാട്ടും ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ഈ പെർസെൻറ്റേജിൻ്റെ ഫ്രാക്ഷൻ വാല്യൂ ഇത് എഴുതുന്നില്ല. ജസ്റ്റ് ഇത് മാത്രമേ എഴുതുന്നുള്ളൂ. ഇത് മാത്രം എഴുതി അവിടെ ആൻസർ ആയി. ഇത്രയും സ്റ്റെപ്പ് നമ്മൾ എഴുതുന്നില്ല. ബാക്കി ഇതൊക്കെ എന്താണ്? മൈൻഡിൽ ചെയ്യുന്നു. ആൻസർ കിട്ടി. റെഡി? അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം. യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഷെയറും കൂടെ ചെയ്യുക. എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു ആൾ. ബൈ.